നമസ്കാരം. ഗൾഫ് വാർത്തകളുമായി നിഷി മണികണ്ഠൻ. സൈബർ തട്ടിപ്പിനെതിരെ മുന്നറിയിപ്പുമായി ദുബായ് ടോൾഗേറ്റ് ഓപ്പറേറ്റർമാരായ സാലിക്. വ്യാജ വെബ്സൈറ്റുകൾ, ഇമെയിലുകൾ, സമൂഹമാധ്യമ അക്കൗണ്ടുകൾ എന്നിവഴിയാണ് സൈബർ തട്ടിപ്പുകൾ നടക്കുന്നതായി അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയും വിശ്വസനീയമായ ഉറവിടങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ മാത്രമേ അടിസ്ഥാനമാക്കാൻ പാടുള്ളൂവെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. സമീപകാലത്തായി സാലിക്കിന്റെ പേരിൽ സൈബർ തട്ടിപ്പ് ലക്ഷ്യം വെച്ച് നിരവധി മെസ്സേജുകൾ ഓൺലൈനിൽ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ഔദ്യോഗികമായി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. രാജ്യത്തെ സ്കൂൾ വിദ്യാർത്ഥികളുടെ ഫീസ് കുടിശ്ശിക അടച്ചു തീർക്കാൻ നിർദ്ദേശിച്ച് ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം. രാജ്യത്ത് സർക്കാർ സ്കൂളുകളിൽ മിക്ക കുട്ടികൾക്കും വിദ്യാഭ്യാസം സൗജന്യമാണ്. എന്നാൽ 20% കുട്ടികൾ ഫീസ് അടയ്ക്കേണ്ട കൂട്ടത്തിൽ ഉൾപ്പെടുന്നവരാണ്. സർക്കാർ സ്കൂളുകളിൽ രജിസ്റ്റർ ചെയ്ത് രാജ്യത്ത് താമസക്കാരായ രക്ഷിതാക്കളുടെ കുട്ടികൾക്കാവും പദ്ധതികളുടെ ഗുണം ലഭിക്കുക. ഏകദേശം 15.5 കോടി ദിർഹം പദ്ധതി പ്രകാരം എഴുതിത്തള്ളും. എമിറേറ്റ്സ് സ്കൂൾ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷനുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ദുബായിലെ പള്ളികളിൽ 20 വർഷമായി സേവനമനുഷ്ഠിക്കുന്ന പള്ളി ഇമാമമാർക്കും ഇതര സേവകർക്കും ഗോൾഡൻ വിസ നൽകും. ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ നിർദ്ദേശപ്രകാരമാണ് തീരുമാനം. ദുബായിലെ ഇമാമുമാരുടെയും സേവകരുടെയും ശമ്പളം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞ മാസം ഷെയ്ഖ് ഹംദാൻ ഉത്തരവിട്ടിരുന്നു. ദുബായിലെ ഇസ്ലാമിക് അഫയേഴ്സ് ആൻഡ് ചാരിറ്റബിൾ ആക്ടിവിറ്റീസ് ഡിപ്പാർട്ട്മെന്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന പള്ളികളിൽ സേവനം അനുഷ്ഠിക്കുന്നവർക്കാണ് ശമ്പള വർധന ബാധകമാവുക. ഈ വർഷം ജനുവരി അവസാനത്തോടെ യുഎഇയുടെ ബാങ്കുകളിൽ നിക്ഷേപത്തിൽ വളർച്ച രേഖപ്പെടുത്തിയതായി യുഎഇ സെൻട്രൽ ബാങ്ക്. ബാങ്കുകളിലെ സേവിങ്സ് ഡെപ്പോസിറ്റുകൾ 27,048 കോടി ദിർഹമായി ഉയർന്നു. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 10.2% വാർഷിക വളർച്ചയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ 82% ദിർഹവും 18% വിദേശ കറൻസികളുമാണ്. ഡിമാൻഡ് ഡെപ്പോസിറ്റുകളിൽ 72% ദിർഹവും 28% വിദേശ കറൻസികളുമാണ്. 15ാമത് ഷാർജ കുട്ടികളുടെ വായനോത്സവം മെയ് 1 മുതൽ 12 വരെ ഷാർജ എക്സ്പോ സെന്ററിൽ നടക്കും. വൺസ് അപ്പോൺ എ ഹീറോ എന്ന പ്രമേയത്തിൽ ഷാർജ ബുക്ക് അതോറിറ്റി സംഘടിപ്പിക്കുന്ന പുസ്തകോത്സവത്തിൽ 25 രാജ്യങ്ങളിൽ നിന്നുള്ള 190 എഴുത്തുകാരും 75 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രസാധകരും പങ്കെടുക്കും. കൂടാതെ 1400 കലാ സാംസ്കാരിക വിനോദ പരിപാടികളും അരങ്ങേറും. വായനോത്സവത്തിന് മുന്നോടിയായി ഈ മാസം 27-28 തീയതികളിൽ പുസ്തക വിൽപ്പനക്കാരുടെ സമ്മേളനവും നടക്കും. ഇന്ത്യയും ഷാർജയും തമ്മിലുള്ള വ്യാപാര സഹകരണം വർദ്ധിപ്പിക്കാൻ ഷാർജ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയും ഇന്ത്യൻ ബിസിനസ് പ്രൊഫഷണൽ കൗൺസിലും യോഗം ചേർന്നു. ഷാർജയിൽ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ കമ്പനികൾക്കുള്ള നിക്ഷേപാവസരങ്ങൾ ചർച്ച ചെയ്തു. സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ പ്രയോജനപ്പെടുത്തി വ്യാപാരവും നിക്ഷേപവും ശക്തിപ്പെടുത്താൻ യോഗത്തിൽ ധാരണയായി. SCEAയുടെ കണക്കുപ്രകാരം നിലവിൽ 17,500 ഇന്ത്യൻ കമ്പനികളാണ് ഷാർജയിൽ പ്രവർത്തിക്കുന്നത്. ഖത്തറിൽ സർക്കാർ മേഖലയിൽ ഈദ് ഉൽ ഫിത്തർ അവധി ഏപ്രിൽ 7 തുടങ്ങും. ഏപ്രിൽ 7 മുതൽ 15 വരെയാണ് അവധി പ്രഖ്യാപിച്ചത്. ഇത്തവണ വാരാന്ത്യ അവധി ഉൾപ്പെടെ 11 ദിവസമാണ് അവധി. സർക്കാർ ഓഫീസുകൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവർക്കെല്ലാം അവധി ബാധകമാണ്. അവധിക്ക് ശേഷം ഏപ്രിൽ 16 ആയിരിക്കും പ്രവൃത്തി ദിവസം. അതേസമയം സ്വകാര്യ മേഖലയ്ക്ക് സാധാരണ 3 ദിവസമാണ് അവധി ലഭിക്കാറുള്ളത്. തൊഴിൽ മന്ത്രാലയമാണ് അവധി പ്രഖ്യാപിക്കുക. ഖത്തറിലെ അവശ്യ മേഖലകൾ ഉൾപ്പെടെ മറ്റ് സ്ഥാപനങ്ങളുടെ പെരുന്നാൾ അവധിക്കാലത്തെ പ്രവൃത്തി സമയങ്ങൾ പ്രഖ്യാപിച്ചു. ആഭ്യന്തര മന്ത്രാലയത്തിലെ പാസ്പോർട്ട്, ട്രാഫിക്, നാഷണാലിറ്റി ആൻഡ് ട്രാവൽ ഡോക്യുമെന്റ്, ക്രിമിനൽ എവിഡൻസ് ആൻഡ് ഇൻഫർമേഷൻ വിഭാഗങ്ങൾ രാവിലെ 8 മുതൽ 12 വരെ പ്രവർത്തിക്കും. സുരക്ഷ, ട്രാഫിക്, അന്വേഷണ വിഭാഗങ്ങൾ എന്നിവ മുഴുവൻ സമയവും പ്രവർത്തിക്കും. ഈദ് അവധി ദിവസങ്ങളിൽ 20 ആരോഗ്യ കേന്ദ്രങ്ങളും പ്രവർത്തിക്കും. രാവിലെ 7 മുതൽ രാത്രി 11 വരെ ഫാമിലി മെഡിസിൻ ഉൾപ്പെടെ സേവനങ്ങൾ ലഭ്യമാണ്. ഇതോടെ ഗൾഫ് വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.